എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെയും അടുത്ത ആഴ്ചയുടെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന ദേവേനന്റെ നയനയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കുവാണ്. കനകയും നന്ദു എല്ലാരും കൂടെ ചേർന്നിട്ട് അവസാനം അവരുടെ മുന്നിൽ കീഴടങ്ങേണ്ടതായിട്ട് വരുവാണ്. അങ്ങനെ അവസാനം തിരിച്ചറിയുവാണ് ദേവേനയും നയനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എല്ലാവരും തിരിച്ചറിയുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം വന്നപ്പോ നയനെ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കനക ചില തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. നടുവിന് വേദനയാന്നൊക്കെ പറഞ്ഞിട്ടാണ് കനക കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് തുടങ്ങണേ. അങ്ങനെ പോണ സമയത്തിനും വല്ലാത്ത സങ്കടമായി ദേവേനിക്ക്. അങ്ങനെ അവര് യാത്ര പറഞ്ഞുകൊണ്ട് ഇറങ്ങണ സമയമായപ്പം നയനെ തിരിഞ്ഞ് ദേവേനെ ഒന്ന് നോക്കുന്നുണ്ട്. പിന്നീട് അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ദേവേനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഈ സമയം നന്ദു പതുക്കെ കനകയോട് പറഞ്ഞു, നോക്കമ്മേ നോക്ക്, രണ്ടുപേരും കൂടെ കണ്ണോട് കണ്ട് നോക്കുന്ന കണ്ടോ എന്ന് പറയണം. ഈ സമയം കനക നോക്കി കഴിഞ്ഞപ്പോ ശരിയാ, നയനെ തിരിഞ്ഞ് നോക്കുക ദേവേനെ, രണ്ടുപേരും കൂടെ നോക്കുന്നുണ്ട്. ആ നോട്ടത്തിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായി. കാരണം അവർക്ക് പിരിഞ്ഞിരിക്കാനായിട്ട് സാധിക്കില്ല. ഇനി 2 ദിവസം എന്നും പറഞ്ഞാൽ കൊണ്ടുപോന്നേ, അവിടെ ചെന്ന് കഴിയുമ്പോഴല്ലേ കളി കാണാൻ പോന്നേ എന്ന് കനക മനസ്സിൽ പറയണം. അങ്ങനെ നയനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി മുറിയിലേക്ക് വന്നു. ദേവേനിക്ക് ആ പടയിൽ ശൂന്യത, എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. പിന്നീട് ദേവേനി ഒന്നും മിണ്ടായിരിക്കുന്ന കണ്ടപ്പോഴത്തേനും ജയൻ അങ്ങോട്ടേക്ക് വന്നു. എന്ത് പറ്റി ദേവേനി, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ പറയാൻ പറ്റുമോ ജയനോട് കാര്യം ഇതാന്നുള്ള കാര്യം? പിന്നീട് ദേവേനി പറഞ്ഞു, ഒന്നുമില്ലാന്ന് പറയണം. നയനമോള് പോയതിന്റെ സന്തോഷമാണെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു, അതെ സന്തോഷം തന്നെയാന്ന് പറയാം. സന്തോഷമാണെങ്കിൽ മുഖം ഇങ്ങനെ അല്ലല്ലോ ഇരിക്കണ്ടേ, കാരണം ഇതിപ്പോ എന്തോ സങ്കടപ്പെട്ടിരിക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയാം. പിന്നെ അതൊക്കെ നിനക്ക് തോന്നാ, എന്റെ മുഖത്തൊരു സങ്കടവും ഇല്ല, എന്റെ മുഖത്ത് നല്ല സന്തോഷമാ അങ്ങനെ അവള് പോയതുകൊണ്ട് എന്നൊക്കെ പറയണം. ആ സമയം ജലജയും ജാനകിയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. 2 മാരണങ്ങൾ ഒഴിഞ്ഞുപോയി കിട്ടിയല്ലോ, ഇനി സമാധാനമുണ്ട് എന്ന് വിചാരിച്ച് ജാനകി നേരെ അനാമികയുടെ നമ്പറിലേക്ക് വിളിക്കുവാണ്. അനാമികനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ 2 പേരും പോയെന്ന് പറയണം. ആര് 2 പേരും? അവളുണ്ടല്ലോ നയനയും നവ്യയും, അവൾമാർ 2 പേരും കൂടെ പോയെന്ന് പറയണം. കൊള്ളാം, രക്ഷപ്പെട്ടെന്ന് പറയണം. പിന്നീട് പറഞ്ഞു, മോളെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോരാൻ പറയണം. മോളല്ലല്ലോ അവിടെ നിൽക്കേണ്ട കാര്യം എന്താ, മോളിങ്ങോട്ടേക്ക് വരാനൊക്കെ പറയണം. ഈ സമയത്ത് അനാമിക എന്ത് ചെയ്യണം, ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ രേവതിയോടും വേണോടും കാര്യങ്ങൾ പോയി പറയണം. നയനയും കൂടെ പോയിട്ടുണ്ട് കൂടെ, അവൾ ഇങ്ങോട്ട് വരാതിരുന്നാ മതിയായിരുന്നു പറയാ. അത് കേട്ടതും രേവതി പറഞ്ഞു, ശരിയാ, അവൾ ആ വീട്ടിൽ നിന്നാ മതിയായിരുന്നു, ഇങ്ങോട്ട് വരാതിരിക്കുമായിരുന്നു, ഒരു സന്തോഷ സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ മോൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകും, ആരും മോളെ സംശയിക്കാനും പോകുന്നില്ല. പിന്നെ നിന്റെ സാമ്രാജ്യോടെ നീ പറയുന്ന പോലെ അവിടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടപ്പോ അനാമി പറഞ്ഞു, അത് ശരി തന്നെയാ, പക്ഷേങ്കില് അറിയാലോ അവിടുത്തെ ആ കിളവനും കിളവി മുത്തശ്ശിയുടെ കാര്യം പറയണേ. അവറ്റുകള് 2 പേരും ഉണ്ട്. ആ കിളവനാണ് കാഞ്ഞ ബുദ്ധിയാ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ലെന്ന് പറയണം. ഇത് കേട്ടതും വേണു പറഞ്ഞു, അയാളെയൊക്കെ കയ്യിലെടുക്കാനുള്ള വിദ്യയൊക്കെ ഞാൻ പഠിപ്പിച്ചു വിടാം. പിന്നെ അയാളല്ല, അതിനേക്കാളും വലിയ ആള് വന്നിട്ട് നമ്മൾ തോറ്റിട്ടില്ല, പിന്നെയാണോ അയാള്? ഒന്നും നടക്കാൻ പോകുന്നില്ല. മോള് ധൈര്യമായിട്ടിരിക്കുക, അവരുടെ അടുത്ത് പ്രയോഗിക്കേണ്ട തന്ത്രങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ വേണം പഠിപ്പിച്ചു തരാന്നൊക്കെ പറയണം. അനാമിക പറഞ്ഞു, ശരിയാ, ഒരു പക്ഷേങ്കിൽ ആ നയനെന്ന് പറയുന്നവൾ തിരിച്ചു വരുന്നതിന് മുമ്പ് അവിടെ പല കളികളും നടത്തേണ്ടതായിട്ടുണ്ട്. പോരാത്തേനും ഇനിയിപ്പം കുറച്ച് ദിവസം കഴിയാതെ എന്താണല്ലോ അവള് വരുമെന്ന് തോന്നില്ല. അതിനു മുമ്പ് തന്നെ അവളുടെ അമ്മായിമ്മയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്ന സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റണം. ഇതിനു മുമ്പ് കുറെ അനാമികയ്ക്ക് കൊടുത്താണല്ലോ, അപ്പൊ അതുപോലെ തന്നെ ഇനിയും വാങ്ങിക്കണം എന്നൊരു ചിന്തയൊക്കെ അനാമികയുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട്. രേവതി പറഞ്ഞു, അത് ശരിയാ മോളെ, ഈ സമയമാണ് നല്ല സമയമാണ്, അവരെ കയ്യിലെടുക്കാൻ പറ്റിയ സമയമെന്ന് പറയാണ്. മരുമോളെ അവർക്ക് കണ്ണെടുത്താൽ കാണത്തില്ലല്ലോ, അതുകൊണ്ട് നീ ചെന്ന് കാര്യങ്ങളൊക്കെ പതുക്കെ അവതരിപ്പിച്ച് ഒന്ന് അടുത്തു കൂടി നിന്നാ മതി, അവരെന്ത് വെള്ളം നിനക്ക് തരുമെന്ന് പറയാം, കോടികളുടെ ആസ്തിയുണ്ട് അവരുടെ കയ്യില് എന്നൊക്കെ പറയണം. ആ സമയം നയനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ആ പടൊരു വീർപ്പുമുട്ടലുണ്ട്. കാര്യമുള്ള സ്വന്തം വീട്ടിലേക്ക് തന്നെയാ, സന്തോഷമൊക്കെയാണ്, എന്നാലും എന്തോ വന്നു കഴിയുമ്പോഴത്തേനും ഒരു ബുദ്ധിമുട്ട്. കനക നന്ദു ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് വൈകുന്നേരം ആയപ്പോഴത്തേനും കനക എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടാക്കണം. ആ സമയം നയനയും കൂടെ അടുക്കളയിലേക്ക് വന്നു. നയനെ നയിപ്പത്തിനും കനക പറഞ്ഞു, വേണ്ട മോളെ ഞാൻ ചെയ്തോളാന്ന് പറയണം. ഇത് കേട്ടതും നയന പറഞ്ഞു, അന്തമ്മേ അവിടെ ആണെങ്കിൽ എന്നെ അമ്മ ഒന്നിനും സമ്മതിക്കില്ല, ഇവിടെ വന്നു കഴിഞ്ഞിട്ടോ? ഇത് കേട്ടെന്ന് ചോദിച്ചു, അല്ല മോളെ എന്തുകൊണ്ടാ സമ്മതിക്കാത്ത അവിടെ അടുക്കള കയറാനായിട്ട്? അത് പിന്നെ എന്താ മോളെ, അതുകൊണ്ടൊന്നും അല്ല, എന്നെ കയറാൻ സമ്മതിക്കാത്ത അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തോണ്ടാ ഞാൻ കയറി, ഇനി മുമ്പത്തെ പോലെ എന്തേലും വിഷം കലർത്തിയാലെന്ന് വിചാരിച്ചാന്ന് പറയും. ഓ അങ്ങനെയല്ലേ, ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ മോളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കുന്നു. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞ് നയന പെട്ടെന്ന് ഒഴിഞ്ഞു മാറുവാണ്. പിന്നീട് വൈകുന്നേരം കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. അതിനുശേഷം പറഞ്ഞു, അമ്മയ്ക്ക് കുറവായതിനു ശേഷം
2 ദിവസം കഴിഞ്ഞിട്ട് പോരെ, ഇനിയിപ്പോൾ 2 ദിവസം കൂടെ വേണം, നീ അവിടെ നിന്നോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അമ്മയ്ക്ക് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇവിടെ വന്നിട്ട് തോന്നിയില്ല, അമ്മ തന്നെ അടുക്കളയിൽ കയറി ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്, എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കുന്നില്ല ആദർശേട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അങ്ങനെയാണ് നിനക്ക് ഇനിയിപ്പം 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് പോരാലോ എന്നൊക്കെ പറയണം. അങ്ങനെ നവ്യ നയന നന്ദു എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് അവരെല്ലാവരും കൂടെ അടിച്ചു പൊടിച്ച് ആഘോഷിക്കണം. അപ്പോൾ വിഷുവിനും ഇവിടെ ആഘോഷിക്കാം എന്നൊരു ചിന്ത കനകയുടെ മനസ്സിലുണ്ട്. കുട്ടികളെല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും ഒരുമിച്ച് വിഷു ആഘോഷിക്കാന്ന്. പക്ഷേങ്കിൽ ദേവേനയുടെ മനസ്സിലാണെങ്കിൽ നയനെ എങ്ങനെയെങ്കിലും തിരികെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണം, അവിടെ വിഷു ആഘോഷിക്കണം എന്നാണ് ആഗ്രഹം. കാരണം താൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കണം എന്നൊക്കെ മനസ്സിലുണ്ട്. നയന പോയി ഒരു ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായിപ്പോയി ദേവേനിക്കാണെങ്കിൽ വല്ലാത്തൊരു ദേഷ്യവും സങ്കടമൊക്കെ ആയിരുന്നു. പിന്നീട് മുത്തശ്ശി ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, നിനക്കിത് എന്ത് പറ്റി ദേവേനി? നിനക്കാണെ 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, ആകെപ്പാടെ മൂഡ് ഓഫ് ആണല്ലോ, ചിലപ്പോൾ ചുമ്മാ കിടന്ന് ദേഷ്യപ്പെടുന്ന കാണാം, കാര്യം എന്താന്നൊക്കെ തിരക്കുവാണ്. ഒന്നുമില്ല എന്ന് പറയണം. പക്ഷെ മുത്തശ്ശിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് ആദർശിന്റെ അടുത്ത് നിന്നിട്ട് ദേവേനി പറഞ്ഞു, അല്ല അവളെ വിളിച്ചോണ്ട് വരുന്നില്ലെന്ന് ചോദിക്കാം നയനെ. അല്ലമ്മ, അവള് 2 ദിവസം നിൽക്കാനായിട്ടല്ലേ പോയത്, അത് 2 ദിവസം നിൽക്കേണ്ട കാര്യം എന്താ, അവൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാൽ എന്താ കുഴപ്പം എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ആദർശിന് സംശയം, എന്താ അമ്മ ഇങ്ങനെ, സാധാരണഗതിയിൽ അവളോട് നിന്നോട്ടെ എന്ന് പറയുന്ന ആളാ, പക്ഷെ ഇപ്പോഴിങ്ങനെ. അവസാനം ആദർശ് പറഞ്ഞു, 2 ദിവസം കഴിയട്ടെ, ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് 2 ദിവസം ഇവിടെ നിൽക്കാൻ തോന്നുവാണെങ്കിൽ നിൽക്കട്ടെ എന്ന് പറയാം. പക്ഷെ ദേവേനിക്ക് അത് പറ്റുമോ? ഒരു ദിവസം കഴിഞ്ഞു, പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി നേരെ നയനയെ കാണാനായിട്ട് വരുവാണ്. നയനയെ കാണാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നയനെ ഓടിച്ചെന്നു. അമ്മേനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അമ്മയെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനാണ് കനക അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് മാറുവാണ്. പിന്നീട് കനക ചോദിച്ചു, ആഹാ ദേവേനേച്ചോ, കയറി വരാൻ പറയാണ്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുടിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് നയനോട് ചോദിച്ചു, നീ അങ്ങോട്ട് വരുന്നില്ല എന്ന് ദേവേനെ ചോദിക്കാം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, വരണമെന്ന് പറയാം. പെട്ടെന്ന് കനക പറഞ്ഞു, എന്തിനാ വരുന്നേ? അതിന് അവളെ ഞാൻ ഇപ്പം വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ടതും നയനും ദേവേനും ഞെട്ടി. നിങ്ങൾ എന്താ പറയണേന്ന് ചോദിക്കാം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ഇത്രയും നാളെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ അവിടെ നിങ്ങൾ അവളെ മരുമോളായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്റെ മോളൊരു വേലക്കാരുടെ സ്ഥാനം പോലെ എന്റെ മോൾക്ക് അവിടെ കൊടുത്തിട്ടില്ലോ. പിന്നെ എന്തിനാ മോളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നേ? തൽക്കാലത്തേക്ക് അവളെ അങ്ങോട്ടേക്ക് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നയനോട്, അമ്മ എന്താ പറയണെന്ന് ചോദിക്കാം. നീ ഒരു അക്ഷരം പോലും മിണ്ടിയേക്കല്ല, ഇപ്പൊ തൽക്കാലത്തേക്ക് നിന്നെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? അവൾ ആ കുടുംബത്തിലെ മരുമോളല്ലേ, അവൾ അങ്ങോട്ട് വരണ്ടേന്ന് ചോദിക്കുക. അതാ പറഞ്ഞത്, നിങ്ങൾക്ക് അവരോട് സ്നേഹമില്ലല്ലോ, പിന്നെ എന്തിനാ ഞങ്ങളുടെ മോളെ അങ്ങോട്ട് വിടുന്നേ? അവിടെ അടുക്കള ജോലി ചെയ്യിക്കാനാണോ? ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, അതിന് അവളെ കൊണ്ട് ഇപ്പൊ ജോലികളൊന്നും ചെയ്യിക്കുന്നല്ലോ, പിന്നെ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേവേനി വാദിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ കനക അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചില്ല. കനക ചില തീരുമാനങ്ങളൊക്കെ എടുത്തായിരുന്നു. കാരണം ഇനിയിപ്പം പരസ്യമായിട്ട് നയനെ അംഗീകരിക്കാതെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നില്ല എന്നുള്ള കാര്യം നയനയുടെ ദേവേനയുടെ മുഖഭാവം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിനും കനയ്ക്കും ചിരിയൊന്നും, അവരും പരസ്പരം നോക്കുന്നുണ്ട്. പിന്നീട് ദേവേനെ അങ്ങോട്ടേക്ക് മാറുന്ന സമയത്ത് നയനെ അടുത്തേക്ക് വല്ലുവാണ്. നയനെ അടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ പറഞ്ഞു, എന്താ മോളെ, നീ ഒരു കാര്യം ചെയ്ത് നീ തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം, ഞാൻ ഇനി എങ്ങനെയാ ചോദിക്കുന്നത്, ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം തോന്നിയാലോ എന്നൊക്കെ പറയണം. അവസാനം നയന പറഞ്ഞു, അമ്മ ഞാൻ എങ്ങനെയാ ചോദിക്കുന്നത്, എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്, മോളങ്ങോട്ട് വരാതെ എനിക്കൊരു സ്വസ്ഥത സമാധാനം കിട്ടത്തില്ലെന്ന് പറയാ. മോളങ്ങോട്ടേക്ക് വരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ കെട്ടിപ്പിടിക്കണം. രണ്ടുപേരും കൂടെ അവിടെ നിന്ന് കരയുവേണം. ഈ സമയം കനകയും നന്ദും കൂടെ അങ്ങോട്ട് വന്നു. അവർ കണ്ട് ഈ കാഴ്ച അവർക്കും മനസ്സിലായി, രണ്ടുപേർക്കും പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ലെന്നുള്ള കാര്യം. ഇപ്പോഴാണെങ്കിൽ നയനയ്ക്ക് ആദർശിനേക്കാളും കൂടുതലായിട്ട് ദേവേനെ പിരിഞ്ഞിരിക്കുമ്പോഴാണ് വിഷമം കൂടുതൽ വരുന്നത്. കാരണം എപ്പോഴും ദേവേനെ നയനയോടൊപ്പം ഓരോ കാര്യത്തിനും വീട്ടിലാണെങ്കിലും ആരും കാണാതെ പാത്തും പമ്മി നടക്കൂല്ലോ കൂടെ. അങ്ങനെ അവസാനം നയനെ കൂടെ വിട്ടില്ല. ദേവേനെ വളരെ വിഷമത്തോടെ വീട്ടിലേക്ക് ചെല്ലുന്നേ. പിന്നീട് ആദർശനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്നൊക്കെ പറയാം. അതിനുശേഷം ആദർശിന് ചില സംശയങ്ങളൊക്കെ തോന്നി. അമ്മ ഇങ്ങനെ പറയണമെങ്കിൽ ഒരുപക്ഷെ അമ്മയ്ക്ക് അവളോട് ഇഷ്ടം ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ പറയണേ, അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം ആദർശം അങ്ങോട്ടേക്ക് വരുവാണ്. നയനെ കൂട്ടിക്കൊണ്ട് വരാൻ വന്നു കഴിയുമ്പോഴത്തേനും ഇതേ കാര്യം തന്നെയാണ് കനക പറയുന്നത്, വിടുന്നില്ലെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ആദർശം, അതെന്താ വിടാതിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കനക പറഞ്ഞു, ഇപ്പൊ എന്താണെങ്കിലും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. സ്വന്തം അമ്മായും ഇത്രയും കാലമായിട്ട് മരുമോളെ സ്നേഹിച്ചിട്ടുമില്ല, കൂടെ നിർത്തിയിട്ടുമില്ല, പിന്നെ എന്തിനാ മോനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിടുന്നേ? ഇത് കേട്ടപ്പോൾ ആദർശം, ഞാൻ സ്നേഹിക്കുന്നില്ല, ഞങ്ങൾ എല്ലാവരും ഇല്ലേ കൂടെ, പിന്നെ എന്തിനാ ഇനി അമ്മേനെ നോക്കേണ്ട കാര്യമില്ലെന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ കനക പറഞ്ഞു, അത് പറ്റില്ല എന്ന് പറയണ. അവസാനം നയനയ്ക്ക് ആ സത്യം ആദർശനോട് തുറന്നു പറയേണ്ടതായിട്ട് വരുവാണ്. ദേവേനിയും താനും തമ്മിൽ, അമ്മയും താനും തമ്മിൽ പണ്ടത്തെ പോലെ ഒന്നുമല്ല, സ്നേഹത്തിലാണ്.
ഞങ്ങൾ തമ്മിലുള്ള വഴക്കുകളും പിണക്കങ്ങളും എല്ലാം മാറി അമ്മ സത്യം തിരിച്ചറിഞ്ഞെന്നൊക്കെ അങ്ങനെ ആ ഒരു വലിയ രഹസ്യം ആദർശിന്റെ മുന്നിൽ പൊട്ടിക്കുകയാണ്. അങ്ങനെ അവസാനം അവരുടെ എല്ലാം മുന്നിൽ വെച്ച് പരസ്യമായിട്ട് നയനെ അംഗീകരിച്ച് ദേവനെ കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.